ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി DO6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്സ് നമുക്ക് മാറ്റണം കേട്ടോ. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്സ് ഒന്ന് മാറണം. അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വണ്ടി വെറുതെ നിർത്തുമ്പോൾ ഒരു സൗണ്ട്, പിന്നെ റണ്ണിങ്ങിലും ഒരു സൗണ്ട് വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ വേരിയേറ്റർ ബോഡി അതിൻ്റെ ഈ ബുഷുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ട് ഓടിയിട്ടുണ്ടോ. ഈ പ്ലേ വന്ന് ഓടിയിട്ട് ഇവിടെ ഈ തുരുമ്പിൻ്റെ അംശമൊക്കെ വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ഈ ബോസ് ഡ്രൈവും നമുക്കത് മാറ്റിക്കളയാം കേട്ടോ. അതുപോലെ തന്നെ ഈ ക്ലച്ച് പുള്ളി, ഈ ഒരു പുള്ളിയുടെ സൗണ്ടാണ് വണ്ടി ഇട്ടുമ്പോഴുള്ള സൗണ്ട്. നേരത്തെ കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിയിട്ട് അതിന് ഈ ഹോളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലായിട്ടുണ്ട്. നമുക്ക് ഈ ക്ലച്ച് പുള്ളി ഒന്ന് മാറ്റിക്കളയാം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചായിട്ടും ക്ലച്ച് ഷോ ആയാലും നല്ലൊരു വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ബെൽറ്റായാലും നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലച്ചിൻ്റെ ഉള്ളിൽ മാറ്റേണ്ട പാർട്ടി ഈ ക്ലച്ച് പുള്ളിയും വേരിയേറ്റർ ബോർഡും ബോസ് ഡ്രൈവും നമുക്ക് മാറ്റിക്കളയാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടാം. നിലവിൽ വേറെ അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിയുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗ് ആയാലും പ്ലഗ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമില്ല. നമ്മൾ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എന്നിട്ട് ഇരിക്കുന്ന വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് എക്സ് സൈഡിൻ്റെ. നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.386 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. റെഡ് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്, കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞാൽ. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീൽ അയച്ചുകൊണ്ടപ്പോൾ ഫ്രണ്ട് അയക്കാതെ ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യും വേണം. അതുപോലെ ഫ്രണ്ടിലെ ഈ ഒരു കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ അത് ലോഡായി കിടക്കാനാണ്. ഇത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇത്ര ലെങ്ത്ത് കാണിക്കണം ഇവിടെ. ഇത് ഓട്ടോ വലിയ ലോഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാം. പിന്നെ വേറെ അങ്ങനെ കുറേത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട്, അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാൻ കേട്ടോ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.